ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ എങ്ങനെ ബസ് മാറ്ററിൽ ബസ് അപ്ലോഡ് ആക്കേണ്ടതെന്നാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി രജിസ്റ്റർ മോഡ് എന്ന് അടിച്ചാൽ കുറേ കിട്ടും. നമുക്ക് സജസ്റ്റർ അല്ല വേണ്ടിയത്, സെഡ് സോൺ ആണ് വേണ്ടിയത്. നമുക്ക് സെഡ് സോൺ എന്ന് അടിച്ചാൽ സെഡ് സോൺ എന്നാണ് അടിച്ചോണ്ടി. മൂന്നാമത്തെ സെഡ് ഓൺ ബസ് എന്നുള്ളത് അതിൽ പോവാം. നമുക്കങ്ങനെ പോകുമ്പോൾ എന്താ പറയുക, അങ്ങനെ പോകുമ്പോൾ കുറേ കാണാം. സെഡ് ഓണിൻ്റെ പല മോഡൽ കാണാം. ഇത് സെഡ് ഓൺ ബസ് മോഡ്, സെഡ് ഓൺ V3, സെഡ് ഓൺ ബസ് മോഡ് ലിവറി എന്നുള്ളത് കാണാം, ഈ റെഡ് കളറിൽ ഇത്. അപ്പോൾ ഇത് ഒന്ന് ഇൻസ്റ്റാൾ ആക്കുക. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ആക്കിയിരിക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം അത് തുറക്കുക. ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം നിങ്ങളുടെ ഫയൽ മാനേജറോ ഫയർഫോക്സോ ഏതെങ്കിലും ഒന്ന് വേണം. എനിക്ക് രണ്ടും ഉണ്ടായാലും കുഴപ്പമില്ല. ഇതിലേതെങ്കിലും ഒന്നുണ്ടായാലേ ബസ് മാറ്റർ അപ്ലോഡ് ആവുള്ളൂ. അല്ലെങ്കിൽ ചിലർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അല്ലാതെ അപ്ലോഡ് ആവും. നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ലിറക്സ് ലിറക്സ് അല്ല, ഇതിൻ്റെ പെയിൻറ്റിങ് നമുക്ക് ചില നേരത്തെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകണ വണ്ടി പറഞ്ഞത് ജയ്ഗുരു ഉണ്ടോ, കൊമ്പൻ്റെ യോധ ഉണ്ട്, കൊമ്പൻ്റെ വണ്ടി ഉണ്ടല്ലോ കുറേ ലെജൻഡറാ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകേണ്ടത് പേരും ചെയ്യാത്തൊരു ബസ്സാണ്. അങ്ങനെ പേര് ചെയ്യാത്തപ്പോൾ ജയ്ഗുരില്ല. നമ്മളെ എന്താ പറയുക, അനിയം സെഡ് സോൺ V3 അല്ല V2 ആണ് എടുക്കാൻ പോകേണ്ടത്, ഈ ഒരു മൂന്നാമത്തെ. അപ്പം നമ്മൾ അയിമ പോയി ഇതാക്കി. നമുക്കിവിടെ രണ്ട് മോഡുണ്ട്. എന്താ പറയുക, സെഡ് സോൺ ഉണ്ട്, സജസ്റ്ററിയും വരുന്നുണ്ട്. ഇത് രണ്ട് മോഡിലേക്കാണ് വരുന്നത്. അപ്പം നമ്മൾ രണ്ടാമത്തെ 9752 MB ആണ് കയറ്റാൻ പോകുന്നത്. നമുക്ക് 9752 MB അതിന് നിൽക്കാം. നമുക്ക് രണ്ടും കയറ്റട്ടോ. കട്ടനൊക്കെ നിങ്ങൾ ഇഷ്ടം. അപ്പോൾ നമുക്കിതൊന്ന് വേസ്റ്റേ. ഇത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കണേ. ഇതാണ് ഡൗൺലോഡ് ആകുന്നുണ്ട്. അങ്ങനെ ഡൗൺലോഡ് ആവട്ടെ. അങ്ങനെ വല്ല ഡൗൺലോഡായി വരുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ആലിയം മോഡിഫൈഡ് എന്താ പറയുക, ഒരു ട്രക്ക് നമുക്ക് ബസ് മാറ്റർക്ക് അങ്ങനെ അപ്ലോഡ് ആക്കാം നോക്കാം. അതിൻ്റെ വീഡിയോ വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്നു, പക്ഷേ സ്കിപ്പ് അടിഞ്ഞ് മാറിപ്പോയി. അപ്പോൾ നമുക്ക് ആലിയം മോഡിഫൈഡ് നോക്കാം. സ്റ്റിക്കർ നമുക്ക് ഗൈസ് അങ്ങനെ ഒരു കിട്ടില്ല. സ്റ്റിക്കർ ചില നേരത്തെ വരുള്ളൂ. എല്ലാ വണ്ടിയും സ്റ്റിക്കറും അങ്ങനെ വരില്ല. ഞാൻ ബസ് മാറ്റർ ഓപ്പൺ ആവാണ്. അപ്പോൾ നമ്മൾ ആലിയം മോഡിഫൈഡ് എടുക്കാൻ പോണേ. അതൊരു എന്താ പറയുക, ഏതെന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ മോഡൽ വണ്ടിയാണ്. അശോക് ലൈലാൻഡിൻ്റെ ഇന്ത്യൻ മോഡൽ വണ്ടിയാണ്. നമ്മൾ ടർബോ V8 എഞ്ചിനുള്ള BMW-ൻ്റെ M8 അല്ല A3 എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ വരാം. പിന്നെ ചേസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. ചേസ് കിട്ടണില്ല. ഞാനിപ്പോൾ ഇന്നലത്തെ സ്പാഡിക്കമാണ്. ഇത് സത്യം പറഞ്ഞാൽ സ്പാഡിക്കല്ല ഈ സാധനം, എയർബസ് ആണല്ലേ. ഇത് സത്യം പറഞ്ഞാൽ മറ്റേ വണ്ടിയായിരുന്നു. ഇത് ലെജൻഡിൻ്റെ കാർപ്പിയോ അങ്ങനെ പറഞ്ഞ ഒരു വണ്ടിയെ അതിന്. പക്ഷേ സ്പാഡിക്കത്തിൻ്റെ സ്റ്റിക്കറിലാണ് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ വെഹിക്കിൾസ് പോയി ഇമ്പ്രൂവിൽ പോയി. ഇന്ത്യയിലെ ഡിവൈസ് ഗാലറി ആവില്ല, എൻ്റെ ഫയൽ മാനേജർ മാത്രമേ അപ്ലോഡ് ആവുള്ളൂ. അതിനിപ്പോൾ നമ്മളിപ്പോൾ ഇതാക്കിയ വണ്ടിയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ കയറ്റി ഇപ്പോഴത്തെ ബസ്സാണ്. നമുക്ക് മറ്റേത് പിന്നെ അപ്പോൾ ഏടാണ് കാണാൻ പോകുന്നത്. പൈസ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കുക.
ഗൈസ് നമുക്ക് ചെറിയൊരു കയ്യാമത്തം പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കയറിയത് എന്താ പറയുക, മറ്റേ ഇപ്പം നമ്മൾ കയറ്റിയ ആ മോഡല്ല, ആ മോഡ് കയറണുള്ളൂ. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ നമ്മളെ വെഹിക്കിൾസിൽ അത് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞു. സംഭവം യൂട്യൂബ് വീഡിയോൻ്റെ അത് ലോഗിൻ പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് ഇമ്പ്രൂവ് ആയിരിക്കുന്നത്. അപ്പോൾ അത് ഗൈസ് കയറുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഡിവൈസ് പോയേക്കാം, ഡിവൈസിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഡൗൺലോഡ് പോകുമ്പോൾ ആ ZZone V3 ബസ്ഡ് മോഡ് പറഞ്ഞ സാധനം കയറുന്നുള്ളൂ. ഇത് നമുക്ക് വയർമെൻസ് എടുത്തുകൊണ്ട് നോൺ ബിഗ് CC എടുത്തുകൊണ്ട് അതാണ് L3718 എന്നുള്ള ഈ ഒരു ഉണ്ടെന്ന് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആഡ്സാണ് കാണുന്നുണ്ട്. ആഡ് കണ്ടു കഴിഞ്ഞു. ഓഫ് കിളിങ്ങില്ലോ മാതാ. അപ്പോൾ ഗൈസ് ആ സാധനം നമ്മളത് ഗാരേജിൽ എത്തിക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം അത് പോയി കാണാം. ബെസ്റ്റ് ഗാരേജൊക്കെ ഇനി ഗാരേജൊക്കെ ഗാരേജ് വരണമെങ്കിൽ തന്നെ 10-15 ദിവസം എടുക്കും. അപ്പോൾ നമുക്ക് ഗാരേജ് പോകണം. ഗാരേജ് പോകുമ്പോൾ സ്പാടിക്ക് നമുക്ക് ഒഴിവാക്കണം. ഫസ്റ്റ് നിങ്ങളിങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകണേ. അപ്പോൾ ഗൈസ് ഇതിലിപ്പോൾ നിങ്ങൾ ആദ്യം എടുത്ത മോഡ് കൂടി ആദ്യം കയറ്റിയ വണ്ടി പോകുമെന്ന് ചോദിച്ചിരുന്നേ. അപ്പോൾ ആ വണ്ടി പോകുന്നില്ല. നിങ്ങൾക്ക് ആ വണ്ടി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഡിലീറ്റ് ആക്കാം. അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കണ്ട, നിങ്ങൾക്ക് ഈ ഗെയിമിൽ തന്നെ വേണം. പക്ഷെ നിങ്ങൾ ഈ ഗാരേജിൽ ഉണ്ടാവരുതെന്നുണ്ടെങ്കിൽ അത് ഡിസ്ലൈക്ക് പറഞ്ഞ സാധനം ഉണ്ടാവും. അതിൽ തന്നെ കാണിച്ചാൽ ഡിസ്ലൈക്ക് അല്ല, ഡിസിങ്ങോ അങ്ങനെയൊക്കെ പറഞ്ഞ സാധനമുണ്ട്. അത് നോക്കിയാൽ അപ്പോൾ അത് വരും. ഈ സാമാനം അങ്ങനെ വരുന്നില്ല. പിന്നെ വന്നിട്ട് കാണാം. ബാലൻസ് വന്നു. ബാലൻസ് നമ്മൾ S കൊടുത്തിട്ട് അടുത്തെടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുന്നു. പേടി അടുത്ത് വരണം. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി. സ്റ്റിക്കർ ഉണ്ടോ എന്നൊക്കെ ഇങ്ങോട്ട് പോയി നോക്കാം. സ്റ്റിക്കർ അവിടെ ഈ വണ്ടിയുടെ സ്റ്റിക്കർ ഇടാ. നിങ്ങൾ സ്റ്റിക്കർ കയറ്റിട്ട് നിങ്ങൾ കളിച്ചാണ്ടി. ഇതിലിപ്പോൾ സ്റ്റിക്കർ കാണാനില്ല. അതുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരും, അല്ലാതെ നമുക്ക് സ്റ്റിക്കർ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഡെലിവറി എഡിറ്റ് ചെയ്യാൻ ഇത് കൊടുക്കട്ടെ. പക്ഷെ ഇത് ലാക്കുണ്ട് കേട്ടോ. നമുക്കൊന്നുകൂടി ഫയൽ മാനേജറിൽ കയറണം. ZZone നേരത്തെ കൊടുത്തപ്പോൾ വന്നില്ല കേട്ടോ. നമ്മൾ പുതിയ ബോഡി കയറ്റിയ വണ്ടി എത്തിക്കണേ. നമുക്ക് ഗാരേജ് അടിക്കാം. കുറേ പണിയുണ്ട്. ഇതാണ് പേടിക്കാത്ത സ്റ്റിക്കർ മാത്രമുള്ള വണ്ടി. പേടിക്കാത്ത ചേസും ബോഡി മാത്രമുള്ള വണ്ടി. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ചലഞ്ചിനായി നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് വീഡിയോക്കായി എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇതിൽ ഒരാൾ കമൻറ്റ് ചെയ്യുന്നു. അല്ല, എൻ്റെ കമൻറ്റ് ഓഫാണല്ലേ, കമൻ്റ് അല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്താ പറയുക, നമുക്ക് ബസ് സിമുലേറ്ററിൽ എയർപോർട്ട് കാണുന്നു. നമുക്ക് എയർപോർട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഒന്നും വിടണ്ട. അടുത്തൊരു വീഡിയോയിൽ എയർപോർട്ടിങ് ആയി വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് അടിച്ചാൽ സബ് അടിച്ചാൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ കയറാം. ബൈ. ഈ വണ്ടിയുടെ കൈ എന്തൊരു സിമ്പിളാണ്. ഈ പൊട്ടന്മാർക്ക് അങ്ങനെ പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ ഉള്ളിലാ ഇത് കൊണ്ടുപോയി നീ വണ്ടി മറിച്ചിക്കാം. ആർക്കെങ്കിലും 50 ഉറുപ്പ്യക്കില്ല മറിച്ചിക്കും. അതൊക്കെ ഉള്ള സമയം വണ്ടിൻ്റെ ഫ്ലോറിങ്ങൊക്കെ മുട്ടിക്കിടക്കുക. എഡിറ്റ് സ്റ്റിക്കർ അടിച്ചാൽ